രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക കൊടുത്തതോടുകൂടി കൃത്യമായിട്ടും അമേത്തി റായ്ബറേലി സീറ്റിലെ ആശങ്കകൾ എല്ലാം തന്നെ മാറിയിരിക്കുന്നു. കിശോരിലാൽ ശർമ്മയാണ് അമേത്തിയിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി. വർഷങ്ങളായി ഗാന്ധി കുടുംബത്തോടുള്ള അനുഭാവം, കോൺഗ്രസ് പ്രവർത്തന രാഷ്ട്രീയം അതെല്ലാം പരിഗണിക്കുമ്പോൾ കിശോരിലാൽ ശർമ്മയ്ക്ക് കൊടുക്കേണ്ട അനിവാര്യതയുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ഒരു സംശയവുമില്ല. നേരത്തെ റോബർട്ട് വധേരയുമായി ബന്ധപ്പെട്ട വിഷയം, അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കണം എന്നുള്ള വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മോഹമുണ്ടായിരുന്നു. എന്നാൽ അതിനെ കൃത്യമായി നിരാകരിക്കുകയാണ് AICC ചെയ്തത്. അതിന് പകരമായി പ്രിയങ്ക ഗാന്ധിയെ തന്നെ നിർത്തണം എന്ന ആവശ്യം വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി മാറി നിൽക്കുകയായിരുന്നു. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ബോധപൂർവം ഉപയോഗിക്കാൻ സാധ്യതയുള്ള കൃത്യമായിട്ടുള്ള അജണ്ട റോബർട്ട് വധേരയ്ക്ക് സീറ്റ് കൊടുത്തു. റോബർട്ട് വധേരയ്ക്ക് പല രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ്. ഇത്തരത്തിൽ BJP പ്ലേറ്റ് മാറ്റാനുള്ള എല്ലാ സാധ്യതകളും അവിടെ മുന്നിൽ കണ്ട് തന്നെയാണ് പ്രിയങ്ക ബോധപൂർവം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാതെ അവർ എല്ലാ സ്ഥലങ്ങളിലും പൊതുയോഗങ്ങളിലും പ്രസംഗിക്കാനും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി രംഗത്തിറങ്ങിയത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ വിജയം സുനിശ്ചിതമാണ് വയനാട്ടിലും റായ്ബറേലിയിലും. ഇത് രണ്ടും കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ടകളാണ്. റായ്ബറേലിയിലും വയനാട്ടിലും വിജയിച്ചാൽ തീർച്ചയായും റായ്ബറേലി തന്നെയായിരിക്കും ഒഴിഞ്ഞു കൊടുക്കുന്നത്. ആ സ്ഥലത്ത് തീർച്ചയായും പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉപതെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച റായ്ബറേലി നിലനിർത്താൻ കോൺഗ്രസ്സിന് അതിശക്തമായി കഴിയും എന്ന് മനസ്സിലാക്കി തന്നെയാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടം അതിസൂക്ഷ്മമായി കഴിഞ്ഞിരിക്കുന്നു. ഉത്തർപ്രദേശിൽ നേർക്കുനേർ മത്സരമായി കഴിഞ്ഞിരിക്കുന്നു BJPയും സമാജ്വാദി പാർട്ടിയും തമ്മിൽ. 62 സീറ്റുകളിലും ആ തരത്തിലേക്കാണ്. എന്നാൽ 17 ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് നേർക്കുനേർ മത്സരം. BJPയുടെ രാഷ്ട്രീയ സംഹിതകളെ തകർത്തെറിയുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ തോൽപ്പിക്കാൻ BJPക്ക് കഴിയുന്നില്ല. BJPയുടെ പൊള്ളയായ വാഗ്ദാനങ്ങളെ ഓരോന്നായി പൊളിച്ചടുക്കി അതിൻ്റെ കള്ളത്തരങ്ങൾ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചിത്രീകരിക്കാൻ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കഴിയുന്നുണ്ട്. നാളിതുവരെയായി നടത്തിയിരിക്കുന്ന ഗിമിക്കുകളെല്ലാം പൊളിയുമ്പോൾ നരേന്ദ്രമോദിക്ക് ശത്രുക്കളെ ഒതുക്കാനുള്ള കൃത്യമായ ആയുധമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മാറി. എന്നാൽ എത്ര കണ്ട് നിങ്ങൾ പ്രതിപക്ഷത്തുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും? ആം ആദ്മിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാളിനെയോ ഹേമന്ത് സോറനെയോ ഒന്നും അറസ്റ്റ് ചെയ്തത് വഴി ഇന്ത്യ മുന്നണിയെ തളർത്താൻ കഴിയില്ല നിങ്ങൾക്ക് എന്ന് ആവർത്തിച്ച് പറയുകയാണ് രാഹുൽ ഗാന്ധി.